സുഹൃത്തുക്കളെ, വിൽവെക്സ് ക്യാബ്സിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു മേക്കിംഗ് കേട്ടോ, ഒരു ഗ്രീൻ വയറിൻ്റെ മേക്കിംഗാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ കെമിക്കൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് കളർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് വീഡിയോ ആണ്, ഫുള്ളായിട്ട് ഉൾപ്പെടുത്തി കട്ട് ചെയ്യണമെന്നില്ല. അതിൽ വയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവർ ഡയറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എത്ര പീസ് കോപ്പർ വരുന്നുണ്ടെന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കെമിക്കൽ വന്നുകൊണ്ടിരിക്കുക, കളറ് സെറ്റായിക്കൊണ്ടിരിക്കുക. അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല ചേട്ടാ, ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇല്ല, പുറത്തുള്ള കമ്പനിക്കാർ കട്ട് ചെയ്ത് ഉപയോഗിക്കും. എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റി പോകും. ഓക്കെ ഓക്കെ ഓക്കെ. അത്രയും വീതിയിലാണ് ഇത് വരിക അല്ലേ? പക്ഷെ ആ വയർ പോകുമ്പോൾ ആ വയറിൻ്റെ കൂടെയുള്ള ആ ഒരു വീതിയായിട്ട് മാറും. ഈ വയറിൻ്റെ കോപ്പർ സെറ്റ് ചെയ്യട്ടോ. കോപ്പർ ഇതിന് മുന്നേ റെഡ് വയറാണ് സെറ്റ് ചെയ്തിരുന്നത്. റെഡ് കഴിഞ്ഞ് നേരെ അടുത്തത് പച്ചയിലേക്ക് പോകണം. എക്സ്പീരിയൻസ് തന്നെ, ഡെയിലിയുള്ള വർക്ക് കൊണ്ട് അതിൻ്റെ ഒരു വർക്കിൻ്റെ എക്സ്പീരിയൻസ്, സ്പീഡോ ഫുള്ള് കാര്യങ്ങളോ. റെഡ് കഴിഞ്ഞ് നേരെ ഡയറക്റ്റ്, ടൈമിംഗ് ഒന്നുമില്ല. കളറിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കോപ്പർ കടത്തി വിട്ട് കോപ്പർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഓരോ മേഖലയിലും ഒട്ടനവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ദൈനംദിനം. അത് ടെക്നോളജിയിലാണെങ്കിലും മെഷീനറീസിലാണെങ്കിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ചേഞ്ചും നമുക്ക് സ്പീഡ് കാര്യങ്ങളെല്ലാതും അതിൻ്റെ വേഗതയും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുക. ഇത്രയൊക്കെ ടെക്നോളജി, എന്തൊക്കെ മെഷീനറീസ് വന്നാലും അതിനെയൊക്കെ നിയന്ത്രിക്കാൻ മാനുഷികമായ ബുദ്ധി തന്നെ വേണം. അല്ലെങ്കിൽ അവിടെ അതാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. ഓരോ സ്ഥാപനങ്ങളുടെയും സക്സസ്സിലേക്ക് എത്തിക്കുന്ന പ്രധാന ഘടകം അവിടുത്തെ മാനേജ്മെൻറ്റും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും തമ്മിലുള്ള കോർഡിനേഷനാണ്. അവർ തമ്മിലുള്ള ഈക്വലായുള്ള കൺട്രോളിങ്, പരസ്പരം ഉള്ള ബഹുമാനം അല്ലെങ്കിൽ ആ കോർഡിനേഷൻ,
അവരുടെ ടീം വർക്ക്, ടീം സ്പിരിറ്റ്, എക്സ്പീരിയൻസ്, ഇതൊക്കെ തന്നെയാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. അടുത്ത സ്റ്റെപ്പിൽ ടെസ്റ്റിംഗ് ആണ്. വളരെയധികം വർക്കുകൾ ആവശ്യമുണ്ട് നോക്കണം. വിൽവെക്സിൻ്റെ പ്രോഡക്റ്റിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്. അത് ഈ മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ 100% ക്വാളിറ്റി നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഗ്രീൻ വയർ ഓക്കെ കേട്ടോ, ഗ്രീൻ വയറിൻ്റെ മേക്കിംഗ് സ്റ്റാർട്ടായി. ഇപ്പോൾ ഇതിങ്ങനെ പോയി ഇവിടെ കുറേ മെഷീനിലൂടെ ഞാൻ കയറി അവിടെ കുറച്ച് ഇപ്പുറത്തതാ കവർ ചെയ്തു. അവിടെ പ്രിൻറ്റിങ് ഉണ്ട് കേട്ടോ, അവരുടെ കമ്പനിയുടെ പേരിൽ പ്രിൻ്റ് ചെയ്യണത് ബാക്കി വരുന്നത്. പിന്നെ ഒരു മെഷീനിലൂടെ കയറി അതങ്ങനെ റോൾ ഔട്ടായി വരുന്നൊരു സംവിധാനമുണ്ട്. എടുക്കലെന്നാ ഇതുവരെ റെഡ് വയർ കേട്ടോ വന്നിരുന്നത്. റെഡ് വയർ കറങ്ങിക്കൊണ്ടിരിക്കുക 3000 മീറ്ററിൻ്റെ റോളിലേക്കാണ്. 3000 കൂടുതലുണ്ട്, 3000 മീറ്ററാണ്. അതിപ്പോൾ വലിയ വലിയ ബോക്സൊക്കെ ഇല്ലേ ആയിരിക്കുന്ന റൗണ്ടുകൾ, അതൊക്കെ 3500 മീറ്ററിൻ്റെ റോളുകളാണ്. ഇനിയിപ്പോൾ പച്ച വയർ വരാൻ പോണത് വേറെ സെക്ഷനിലേക്കാണ്. അത് 45 മീറ്റർ അല്ലെങ്കിൽ 90 മീറ്റർ അങ്ങനത്തെ ഈ മെഷീനിലേക്ക് വരും. ഇപ്പോൾ ഈ കാണുന്ന ഈ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് പാക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. അത് 45 മീറ്ററും 90 മീറ്ററിൻ്റെയും ചെറിയ ബോക്സാക്കി മാറ്റുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം. എന്താ പറയുക, പോസിറ്റീവ് കാര്യം അവർ കസ്റ്റമറായിട്ടുള്ള ഡീലിങ്സാണ്. അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എല്ലാ സ്റ്റാഫും നമുക്ക് ഏതൊരു സ്ഥാപനത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കസ്റ്റമർ റിലേറ്റഡായ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് പറയാൻ കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാനില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും വീഡിയോ എടുക്കാൻ അനുവദിച്ചു എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അതുകൊണ്ട് മാത്രമല്ല അവരുടെ ഒരാളുടെ സമയത്ത് നിന്ന് നമുക്കൊരു മോശമായ ഒന്നും തോന്നിയില്ല എന്നല്ല. കാരണം അത്രയും അവരുടെ എക്സ്പീരിയൻസ് ആണ്, കസ്റ്റമേഴ്സിൻ്റെ ഡീലിങ്സിൻ്റെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മളോട് സഹകരിച്ച് പോകാം. അത് നമ്മളിതിൻ്റെ ഇടയിൽ അവരുടെ വർക്കിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ്റെ ഇടയിൽ നമ്മളെ സംശയങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ആൻസർ തരുന്നത്. ഇപ്പോൾ പച്ചവയർ വന്നിട്ടോ, അതിൻ്റെ 45 ആകുന്നുണ്ട്. അതിൻ്റെ ടെസ്റ്റ് അടിച്ചാണ് 45 മീറ്ററിൻ്റെ ചെറിയ ബോക്സ്. അതും 90 മീറ്ററൊക്കെ ഇതിലാണ് വരിക. ഇവിടുന്ന് 1 മീറ്ററായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് അത് പാക്ക് ചെയ്യും. വലിയ വലിയ റോളുകളൊക്കെ ഒരു വലിയ കമ്പനികൾക്ക് എത്ര പോകണം. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ലത് വയറിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട് പണി അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കുക. അതെന്ന് വെച്ചാൽ വിലയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. ജസ്റ്റ് വിസിറ്റ് ചെയ്യുക, നല്ലൊരു അനുഭവമായിരിക്കും. വിൽവെക്സ് തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ കേച്ചേരി കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഗൂഗിളിലടിച്ച് നോക്കി ക്ലിയറായി കിട്ടും.
ട്രൈ ചെയ്യാം. ഐ തിങ്ക് you got a good information about this industry, so I request you, if you love this video, you want to subscribe my channel. Thank you. Thanks for to you all.